കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗൌതം അദാനിയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി. മാപ്പ് പറയാൻ താൻ സവർക്കർ അല്ലെന്നും ഭീഷണിയും ജയിലും എനിക്ക് ഭയമില്ലെന്നും ഇതുകൊണ്ടൊന്നും താൻ നിശബ്ദനാകില്ല എന്നും രാഹുൽ ഗാന്ധി. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൊച്ചി മേയറുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. നഗരസഭാ കൌൺസിൽ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. മേയറെ മാറ്റാതെ കൌൺസിൽ നടപടികളുമായി സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത 5 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4ാം തവണ ജോലിക്ക് ഭൂമികോഴ ആരോപണ കേസിൽ ചോദ്യം ചെയ്യാനായി ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് സിബിഐക്ക് മുന്നിലെത്തി. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയതിൽ വയനാട്ടിൽ വ്യാപക പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ആഭ്യന്തര തർക്കം. CPM PB അംഗം ചുമതലയിൽ നിന്നൊഴിയാൻ സന്നദ്ധ അറിയിച്ചു. ഇത് ഞങ്ങളുടെ ക്യാമ്പസാണ്, ഇവിടെ സുരക്ഷയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഞങ്ങൾ സേഫ്? മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ പ്രതിഷേധം. കർണാടകത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ്. സിദ്ധരാമയ്യ വരനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കും. അരിക്കൊമ്പനെ പിടിക്കാൻ കുങ്കിയാനകൾ തയ്യാർ. അരിക്കൊമ്പനെ തളയ്ക്കാൻ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും ഉടൻ ചിന്നക്കലാൽ എത്തും. കൂരാച്ചുണ്ടിൽ വിദേശ യുവതി നേരിട്ടത് ക്രൂരമായ ആക്രമണം. പിടിയിലായ പ്രതി അകലിനെ കയ്യിൽ നിന്ന് 300 ഗ്രാം കഞ്ചാവ് പിടികൂടി. കർമ്മ ടോപ്പ് ന്യൂസ് ഇനി രാത്രി 9 മണിക്ക്.